ഹലോ നമസ്കാരം. അതെ, നാട്ടിൽ നിന്നൊക്കെ വന്നിട്ടൊന്ന് ജിമ്മിലൊക്കെ പോയി കുറേ ഡയറ്റൊക്കെ ചെയ്ത് ബോഡി ഒന്ന് ശരിയാക്കാമെന്ന് ഓർത്തിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ദാണ്ട് വെച്ചേക്കുന്നതിന് നല്ല കപ്പയും അതുപോലെ തന്നെ എല്ലും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുക കപ്പ ബിരിയാണി ഉണ്ടാക്കാനുള്ളത്. അപ്പം പിന്നെ ഇതൊക്കെ കണ്ടിട്ട് നമ്മളെങ്ങനെ ഡയറ്റ് ചെയ്യാനാണ് നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ. നമ്മുടെ ഒരു സുഹൃത്ത് ഫാമിൽ പോയപ്പം മേടിച്ചോണ്ട് വന്നാൽ കുറച്ച് ബീഫും പിന്നെ കുറച്ച് എല്ലും കപ്പ ഏഷ്യയുടെ കപ്പ ബിരിയാണി ഇതിന് പല പേരിൽ ഇതിന് അറിയപ്പെടുന്ന കേട്ടോ. ഒരുമാതിരിപ്പെട്ട ക്രിസ്ത്യൻ കല്യാണങ്ങളുടെയൊക്കെ തലേ ദിവസമുള്ള ബാച്ചിലർ പാർട്ടിയിലെ മെയിൻ ഐറ്റമാണ് കപ്പ ബിരിയാണി. എല്ലാവർക്കും അറിയാവുന്ന ഐറ്റം ആയതുകൊണ്ട് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ഉണ്ടാക്കുമ്പം ഇച്ചിരി തേങ്ങയും മല്ലിയും സംഭവങ്ങളൊക്കെ ഒന്ന് ചൂടാക്കി ഒന്ന് മൂപ്പിച്ചൊന്ന് വറുത്തെടുത്തിട്ടൊന്ന് അരച്ച് അതിൻ്റെ മുകളിലോട്ടൊന്ന് ഇട്ടേക്കും കേട്ടോ. എന്നിട്ടാണ് കുഴയ്ക്കുന്നതേ. സാധാ കപ്പയ്ക്ക് അരയ്ക്കുന്നതിനോട്ട് പച്ചയ്ക്ക് തേങ്ങയൊക്കെ അരച്ച് ചേർക്കുന്നവരും ഉണ്ട്. അതൊന്നും കുഴപ്പമില്ല. എന്തുവാലും എല്ലും ഈ കപ്പയും കൂടെ കൊണ്ട് ചേരുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീലുണ്ടല്ലോ, അതൊരു അന്യായ ഫീലാണ്. അപ്പം നല്ല എല്ലും കപ്പയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പിടി അങ്ങ് പിടിക്കുക കേട്ടോ. സംഭവം പോളി ഐറ്റമാണ്. അപ്പോൾ ഡയറ്റ് ചെയ്യുന്നവരാണെന്ന് പറഞ്ഞാലും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അങ്ങ് നോക്കിയിരിക്കാൻ പറ്റുമോ? എന്നെക്കൊണ്ട് പറ്റത്തില്ല കേട്ടോ. നമ്മുടെ കൺട്രോൾ പോവും. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കഴിക്കാതെ നമ്മളത് വിടാറുമില്ല. ഇച്ചിരി നെയ്യോട് കൂടിയ പീസൊക്കെ ആണെങ്കിലുണ്ടല്ലോ പൊളിക്കും ഐറ്റം. കാരണം ആ നെയ്യും ആ കപ്പയുടെ ആ ഇതും എല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ പ്രത്യേക ഒരു രുചിയാണ്. ചിലർക്കാണെങ്കിൽ ഒരുപാട് കുഴഞ്ഞു പോകാതെ ഇതുപോലെ ഇങ്ങനെ ലൂസൊന്നും ആകാതെ സാധാ നമ്മൾ കപ്പ വേവിച്ച് കിട്ടുന്ന ആ ഒരു ലെവലിൽ കിട്ടുന്ന ഇഷ്ടം. ചിലർക്കാണെങ്കിൽ നല്ല ലൂസായിട്ട് സ്പൂൺ കൊണ്ട് കോരി കഴിക്കുന്ന രീതിയിലായിരിക്കും ഇഷ്ടം. നമുക്കൊരു മീഡിയം ടൈപ്പ് എപ്പോഴും ഇഷ്ടം. അങ്ങനെയാണ് ഞങ്ങൾ ഉണ്ടാക്കാറുള്ളത് കേട്ടോ. അപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ ഉണ്ടാക്കി നോക്കേ. ബൈ ഫ്രം സ്ട്രീറ്റ്സ് ആൻഡ് ഫുഡ്.